ലോകകപ്പിലെ ആദ്യ ജയവുമായി ബ്രസീൽ. ഹൈതിക്കെതിരായ മത്സരത്തിൽ 3 ഗോളിന് ജയം. ഇരട്ട ഗോൾ നേട്ടത്തിൽ മാത്തിയൂസ് കൂഞ്ഞ. ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ആതിഥേയരായ USA നോക്കൌട്ട് റൗണ്ടിൽ. സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് മൊറോക്കോ. 71-ാം സെക്കൻഡിൽ ഈ ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ ഗോൾ നേടി സൈബാരി. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ നിർണായക കണ്ടെത്തലുകൾ. 2025-ലെ സ്വർണ്ണപ്പാളി കൈമാറ്റത്തിലും ഗൂഢാലോചനയെന്ന് SIT. പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചട്ടങ്ങൾ മറികടന്നെന്ന് കണ്ടെത്തൽ. PS പ്രശാന്ത് അധ്യക്ഷനായ ഭരണസമിതി പ്രതിപട്ടികയിൽ. 9 പേർക്ക് കൈമാറ്റത്തിൽ പങ്കെന്നും SIT. തങ്ങൾക്കിടെ അമ്മ സംഘടനയുടെ വാർഷിക പൊതുയോഗം നാളെ. നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടണമെന്ന നിലപാടിൽ ഒരു വിഭാഗം. എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കെതിരെ പരാതി നൽകിയ അൻസിബ ഹസനെതിരെ നടപടിയെടുക്കുമോ എന്നതിൽ ആകാംക്ഷ. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ജിതിൻ ഭാസ്കറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വിവരങ്ങൾ മായ്ച്ചു കളയാൻ ജിതിൻ ഫോൺ റീസെറ്റ് ചെയ്തെന്ന് SIT. കണ്ടെത്തൽ ജില്ലാ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ. DYFI നേതാക്കളെ വേട്ടയാടുന്നുവെന്നാരോപിച്ച് SP ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ CPIM. പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഹൈപ്പവർ കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്ന്. ആരോഗ്യമന്ത്രി K മുരളീധരൻ ആദ്യ യോഗം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് പനി ബാധിച്ച് വീട്ടമ്മ മരിച്ചത് മാവൂർ പാറമ്മൽ സ്വദേശി സുനിത. കോഴിക്കോട് നിപ്പ നിരീക്ഷണത്തിലുണ്ടായിരുന്ന എല്ലാവരും ആശുപത്രി വിട്ടു. എബോള ലക്ഷണങ്ങൾ ഉണ്ടായിരുന്ന രോഗിയുടെ ഫലവും നെഗറ്റീവ്. നീറ്റ് പുനഃപരീക്ഷ നാളെ. സുരക്ഷ വിലയിരുത്താൻ 5000 പരീക്ഷാ കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ. പരീക്ഷ എഴുതുന്നത് 23 ലക്ഷം വിദ്യാർത്ഥികൾ. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായെന്ന് NTA. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ 2ാം ഘട്ട പ്രതിഷേധം ഇന്ന് ഡൽഹിയിൽ. UK-യിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് ഒരു മരണം. നിരവധി പേർക്ക് പരിക്ക്. മരിച്ചത് ട്രെയിനുകളിലൊന്നിന്റെ ലോക്കോ പൈലറ്റ്. 11 പേരുടെ നില ഗുരുതരം. അപകടം ലണ്ടനിൽ നിന്ന് 90 കിലോമീറ്റർ അകലെ ബെഡ്ഫോർഡിൽ. അപകട കാരണത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്.